ഞങ്ങൾ മനുഷ്യരെ പോലെ ആയിരുന്നില്ല ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് മനുഷ്യത്വത്തിന്റെ വാതിൽ തുറന്നു തന്നത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഞങ്ങൾക്ക് ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊല്ലുന്ന ആളുകളായിരുന്നു. പരസ്പരം പോരുവിളിക്കുന്ന, പോരടിക്കുന്ന, രക്തം ചിന്തുന്ന സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു ഞങ്ങളെല്ലാം. ആ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് മദ്യത്തിന്റെ, മറ്റ് ലഹരി വസ്തുക്കളുടെ, അതുപോലെ മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാം ആളുകളായിരുന്ന ഞങ്ങളെ ലോകത്തിന്റെ മനോഹരമായ സൃഷ്ടാവിന്റെ ആശയങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാക്കി മാറ്റിയെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവരുടെ വർത്തമാനം കാണാം. അപ്പൊ ചരിത്രത്തിൽ വലിയ ഒരു സമൂഹത്തെ മനുഷ്യന്മാരാക്കി, മനുഷ്യത്വത്തിന്റെ എല്ലാ ഭാവങ്ങളും പഠിപ്പിച്ച്, മാനവികതയെ പറഞ്ഞുകൊടുത്ത് അവരുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചത് പരിശുദ്ധമായ ഇസ്ലാമാണ്. എല്ലാ കൊള്ളരുതായ്മകൾക്കും എതിരെയായിരുന്നു ഇസ്ലാം. ഇസ്ലാം പടപൊരുതിയ വലിയ സാമൂഹിക തിന്മകളിൽ ഒന്ന് മദ്യമാണ്, ലഹരിയാണ്. മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇസ്ലാമിന്റെ പ്രമേയങ്ങൾ. മദ്യം കുടിക്കരുത്, വാങ്ങരുത് എന്നതിനപ്പുറം ബുദ്ധിയെ മറച്ചുകളയുന്ന, മനുഷ്യന്റെ വിശേഷ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന, അതിനെ ചാഞ്ചല്യപ്പെടുത്തിക്കളയുന്ന എല്ലാ തരത്തിലുമുള്ള ലഹരി വസ്തുക്കളോടും അകലം പാലിക്കുവാനും മാറി നിൽക്കുവാനും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് സമൂഹത്തിലേക്ക് നോക്കൂ. സമൂഹത്തിന്റെ നടുത്തളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ലഹരികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ വർത്തമാനങ്ങളാണ്. മഞ്ചേശ്വരത്തു നിന്ന് ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചു, സ്വന്തം മകളെ ഉപ്പ വെട്ടിക്കൊന്നു. അതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ അന്വേഷിച്ചാൽ അദ്ദേഹം ലഹരിക്കടിമയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ എത്രയാണ് കേസുകൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നത്. ലഹരിയുടെ വർധനവ്, ഉപയോഗം അത് വർദ്ധിച്ചു വരുന്നതോടുകൂടി ഒരു സമൂഹത്തിന്റെ യുവത്വം നശിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഓരോ നാട്ടിലും ലഹരി ലഭ്യമാകുന്നതിനനുസരിച്ച് അവിടെ നശിക്കുന്നത് ആ നാട്ടിലെ യുവത്വമാണ്, ആ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയാണ്. അതിനെക്കുറിച്ച് വലിയ വിശാലമായ ഒരു കണക്ക് UNOയുടെ ഡ്രഗ് ആൻഡ് ക്രൈം കമ്മിറ്റി കഴിഞ്ഞ കാലയളവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്ക് 43% മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര മാരകമായ മയക്കുമരുന്നുകൾ 15-16 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉപയോഗിച്ചു തുടങ്ങുന്ന കാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ സാഹചര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടവരാണ്. 5.8% ഓരോ വർഷവും ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ 5% എന്ന് പറഞ്ഞാൽ അത് ചെറിയ കണക്കല്ല. കണ്ടന്തറ മുസ്ലിം ജമാഅത്തിന്റെ ആകെ ജനസംഖ്യയുടെ 5% എന്ന് പറയുന്നത് ഒരു വലിയ കണക്കാണ്. എറണാകുളം ജില്ലയുടെ ആകെ പോപ്പുലേഷന്റെ 5% എന്ന് പറയുന്നത് ഒരു വലിയ കണക്കാണ്. ഇന്ത്യ രാജ്യത്തിന്റെ 5% ജനങ്ങളെന്ന് പറയുന്നത് അത് വലിയ കണക്കാണ്. ലോകതലത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് ജീവിക്കുന്ന 700-800 കോടി മനുഷ്യരിലെ 5.8% ഓരോ കൊല്ലവും ലഹരി ഉപയോഗത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് ഔദ്യോഗിക കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ് തിന്മയെ തടയുക എന്നുള്ളത്. നന്മ കൊണ്ട് തിന്മയെ തടയുക എന്നുള്ളത് വിശ്വാസിയായ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. തിന്മയോട് കണ്ണടച്ചു നടന്നു പോകാൻ കഴിയില്ല. ഒരു സമൂഹത്തിലേക്ക് അദാബ് ഇറങ്ങുന്ന സമയത്ത് ആ സമൂഹത്തിൽ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അത് പിടികൂടുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കും, പടച്ചവനെ, ഞാൻ ഈ തിന്മകളിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഈ തിന്മകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ നിന്നെ അനുസരിച്ചുകൊണ്ട്, ഞാൻ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മോശപ്പെട്ട ജനതയെ ശിക്ഷിച്ച നേരത്ത് അവരുടെ കൂടെയുള്ള, അവരുടെ ചാരത്ത് ഇബാദത്ത് കൊണ്ട് ഞാൻ ധന്യനായിരുന്ന എന്നെ നീ എന്തിനാണ് ശിക്ഷിച്ചത്? ആ മനുഷ്യനോട് മലക്കുകൾ പറയുമത്രേ, നിങ്ങൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം നിങ്ങളുടെ മൗനമാണ്. നിങ്ങളുടെ ഇബാദത്തുകളെക്കാൾ വലിയ ഇബാദത്തായി
കഴിയുമായിരുന്നു. അവരോട് അരുതേ എന്ന് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ, അവരുടെ കൈ പിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ആ തിന്മയിൽ നിന്നവരെ തിരിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ആ തിന്മയിൽ നിന്നവരെ പിന്തിരിപ്പിക്കാനാകുമായിരുന്നെങ്കിൽ, അവരിലേക്ക് ഇറങ്ങി പ്രബോധനം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളെ ഈ ശിക്ഷ പിടികൂടുകയില്ലായിരുന്നു എന്ന് മലക്കുകൾ അവരോട് പറയുമെന്നാണ്. അള്ളാഹുവിൻ്റെ അദാബ് അയാളെയും ബാധിക്കുമെന്നാണ്. ഒരു സമൂഹം ജീർണിച്ചു തുടങ്ങിയാൽ അതിൻ്റെ അദാബുകൾ വന്നു ചേരുന്ന സമയത്ത് നമ്മളെല്ലാവരും അതനുഭവിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ മദ്യപാനികളാകാൻ പാടില്ല. അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ അടിമകളാകാൻ പാടില്ല. അതിമാരകമായ മയക്കുമരുന്നുകൾ വലിച്ച് അവൻ്റെ നാഡീ വ്യവസ്ഥകൾ മുഴുവനും തകരാറിലായി. അവൻ്റെ കാഴ്ചയും കേൾവിയുമെല്ലാം ഹാലൂസിനേഷൻ സംഭവിച്ച്, ഓർമ്മകൾക്ക് തകരാറ് സംഭവിച്ച്, ഈ തെരുവോരങ്ങളിലൂടെ ഉമ്മയാരാണ്, ഉപ്പയാരാണ്, വാപ്പയാരാണ്, അതുപോലെ കൊച്ചാപ്പമാരാരാണ്, പിറന്ന കുടുംബമേതാണ് എന്ന് തിരിച്ചറിയാതെ സമൂഹത്തിൻ്റെ നടുത്തളത്തിൽ കുറെ പ്രേതങ്ങളെ സൃഷ്ടിക്കാനാണ് ഈ ലഹരികൾ കൊണ്ട് കഴിയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അടുത്ത തലമുറ ഈ പള്ളി നടത്തിക്കൊണ്ടുപോകേണ്ടവരാണ്. നമ്മുടെ ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാന്റെ ചാരത്ത് വന്നിട്ട് ദുആ ചെയ്യേണ്ടവരാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടവരാണ്. ഇന്ന് നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നാളെ ഈ സമൂഹം ഇവിടെ ബാക്കിയാവുകയും ഇവിടെ പരിശുദ്ധമായ ദീൻ നിലനിൽക്കുകയും വേണം. ഇതിൽ നിന്നെല്ലാം തെറ്റിച്ചു കളയുന്നതാണ് ലഹരി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയെ പരിചയപ്പെടുത്തുന്നത് ഉമ്മുൽ ഖബായിസ് എന്നാണ്. എല്ലാ തിന്മകളുടെയും മാതാവ്. അതിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉണ്ടാകുന്നത്. അത് ഉള്ളിലേക്ക് ചെന്നാൽ ഗൗരവമായ ഹദീസുകൾ കാണാം. സ്വന്തം മാതാവിനെ തിരിച്ചറിയാത്ത, പിതൃ സഹോദരിയെ തിരിച്ചറിയാത്ത, സഹോദരിയെ തിരിച്ചറിയാത്ത അവസ്ഥകളിലേക്ക് അവരെത്തിച്ചേരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുകയാണ്. നമ്മുടെ മക്കൾ അങ്ങനെയാകരുത്. അതിനുള്ള സാഹചര്യങ്ങളുടെ വാതിൽ നമ്മൾ അടയ്ക്കുക തന്നെ വേണം. മദ്യത്തെക്കാൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലഹരിയേക്കാൾ അതിമാരകമായ ലഹരി മരുന്നുകളാണ് പലയിടങ്ങളിലും ഇന്ന് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ 50 മില്ലി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലേക്ക് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിക്കുന്നത് കാരണം 48 മണിക്കൂറുകൾ ഉന്മാദ അവസ്ഥയിൽ നിർത്താൻ പറ്റിയ ലഹരി മരുന്നുകൾ. ഞാനൊരൊറ്റ ഉദാഹരണം ഞാൻ എൻ്റെ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പലരും മാരകമായ ലഹരി മരുന്നുകളുടെ പേര് പറയുമ്പോൾ ഇതൊക്കെ വിശാലമാണ് എന്ന് വിചാരിക്കും. എന്നാൽ 50 ഗ്രാം MDMA മറ്റു മരുന്നുകളോ എത്രയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയുമോ? 2 പഞ്ചസാര തരിയുടെ വലിപ്പമാണ് ഉണ്ടാകുന്നത്. ഒരു കുട്ടിയുടെ നഖത്തിന്റെ കീഴിലോ മുടിയുടെ ചുരുളിലോ മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിൽ, ഒളിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ കൈവെള്ളയിൽ 2 പഞ്ചസാര തരി വെച്ച് കൈമടക്കിയാൽ വാപ്പയ്ക്കത് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല, ഉമ്മയ്ക്കത് മനസ്സിലാകണമെന്നില്ല. നമുക്ക് പോലും മനസ്സിലാകാത്ത തരത്തിൽ രൂപാന്തരം പ്രാപിച്ചു വരുന്ന ലഹരികളുടെ നടുത്തളത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അത് സുലഭമായി കിട്ടുന്ന അവസരമുണ്ടായാൽ അത് നമ്മുടെ മഹല്ലിനെ, നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ അത് തകർത്തു കളയുമെന്നതിന് ഉദാഹരണങ്ങൾ ഏറെയൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ ലഹരിക്കെതിരെ എല്ലാ മനുഷ്യ വിഭാഗങ്ങളും പോരാടുന്നത്, എല്ലാ രാജ്യങ്ങളും പോരാടുന്നത്. അതവരുടെ ജനതയെ തകർത്തു കളയുമെന്നുള്ളത് കൊണ്ടാണ്. ഗൗരവമായിട്ടാണ് ഇസ്ലാം അതിനെ പറഞ്ഞത്. വായിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂൽ എത്ര ഗൗരവമായിട്ടാണ് പറയുന്നത്. ഈ ലഹരിയുടെ വിഷയത്തിൽ 10 ആളുകളെ അല്ലാഹുവിൻ്റെ റസൂൽ ശപിക്കുകയാണ്. ഒരു തെറ്റിൽ ഒരാളെ ശപിക്കുന്നത് പോലെയല്ല, 10 ആളുകൾക്ക് ശാപം പറയുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് മദ്യം ഉണ്ടാക്കുന്നവനാണ്, ലഹരിയെ നിർമ്മിച്ചെടുക്കുന്നവനാണ്. ഇന്നത് പുതിയ ശൈലികളിലേക്ക് കടക്കുകയാണ്. ലബോറട്ടറികളിലെ പുതിയ നിരീക്ഷണം, ഓരോ കോളേജ് ക്യാമ്പസുകളുടെ ഉള്ളിലും പുതിയ വീര്യമുള്ള ലഹരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മക്കൾ ആലോചിക്കുന്ന സമയമാണ്. അവിടെയാണ് ലഹരി ഉണ്ടാക്കുന്നവൻ. അത് ആർക്കു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെയും അല്ലാഹുവിൻ്റെ റസൂൽ ശപിക്കുകയാണ്. അതുപോലെ അത് ഉപയോഗിക്കുന്നവൻ, അവനെയും അല്ലാഹുവിൻ്റെ റസൂൽ ശപിക്കുകയാണ്. ആരൊക്കെയാണോ അത്
അത് വഹിക്കുന്നത്? കാരിയർമാരായ പലരും ഉണ്ടാകാം. അത് ഉപയോഗിക്കുന്നില്ല ഉസ്താദെ, ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തിച്ചു കൊടുക്കുന്നതേയുള്ളൂ. അങ്ങനെ വഹിക്കുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അത് ആർക്കു വേണ്ടിയാണോ വഹിക്കുന്നത്, ആരാണോ ഇവനെ അത് വാങ്ങാൻ ഏൽപ്പിച്ചു വിട്ടത്, അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അത് വിൽക്കുന്നവനാരാണോ, വിൽക്കുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അത് കുടിപ്പിക്കുന്നവൻ, ചില ആളുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഒരു സന്തോഷത്തിന് കൂട്ടുകാർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്, അവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതിന്റെ വില തരുന്നവനാരാണോ, അവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഫലം പറ്റുന്നവനാരാണോ, അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇബ്നു മാജയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ നടക്കുന്ന കച്ചവടങ്ങളിൽ നിന്ന് പണം പറ്റുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ റമളാനിന് മുന്നോടിയായി ഉപേക്ഷിച്ച് തൗബ ചെയ്തോളൂ. അത് വാങ്ങുന്നവരെ മാത്രമല്ല, വിൽക്കുന്നവരെ മാത്രമല്ല, വഹിക്കുന്നവരെ മാത്രമല്ല, ആ ലഹരിയുടെ പങ്കുപറ്റുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ആ ശാപം നിന്റെ ദുനിയാവും, നിന്റെ ആഖിറവും, നിന്റെ കുടുംബവും, നിന്റെ മക്കളും, നിന്റെ ഭാര്യമാരും, നീ ഏർപ്പെടുന്നതെല്ലാം ഇല്ലാതെയാക്കുമെന്ന ചിന്ത വേണം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാപം അതൊരു സാധാരണ ശാപമല്ല. അവിടുത്തെ കല്ലെറിഞ്ഞവരെ അവിടുന്ന് ശപിച്ചിട്ടില്ല, അവിടുത്തേക്ക് യുദ്ധം ചെയ്തവരെ അവിടുന്ന് ശപിച്ചിട്ടില്ല, അവിടുത്തെ വേദനിപ്പിച്ചവരെ ശപിച്ചിട്ടില്ല, കൊച്ചാപ്പയുടെ കരൾ കുത്തി പിളർന്നവരെ ശപിച്ചിട്ടില്ല. പക്ഷേ മദ്യം വിൽക്കുകയും വാങ്ങുകയും ലഹരിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ലാഭം പറ്റുകയും ചെയ്യുന്നവരെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസുകൾ അക്കമിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ആരെയാണ് കാത്തു നിൽക്കുന്നത്? ദുനിയാവിന്റെ ചെറിയ ലാഭത്തിനു വേണ്ടി ഹബീബായ നബി തങ്ങളുടെ ശാപം വാങ്ങിവെക്കരുത്. അത് ദുനിയാവില്ലാതെയാക്കും, നാളെ പരലോകവും ഇല്ലാതെയാക്കും. അറിഞ്ഞുകൊണ്ട് ഈ തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരുണ്ടെങ്കിൽ കണ്ണു തുറന്നോളൂ, മനസ്സിലാക്കിക്കോളൂ. അറിയാൻ തന്നെയാണ് പറയുന്നത്. ഈ ശാപം വാങ്ങിവെച്ചാൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ശാപം വാങ്ങിവെച്ചാൽ മരിക്കുന്ന നേരം കലിമ ചൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തലമുറകളെ നശിപ്പിച്ചു കളയുന്ന ഈ ശാപത്തിലേക്ക് എടുത്തു ചാടല്ല. ദുനിയാവിലെ ലാഭങ്ങൾ ഇന്നോ നാളെയോ തീർന്നു പോകും. അതെ, അതിന്റെ വില തിന്നുന്നവനാരാണോ, അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. അത് വിലയ്ക്ക് വാങ്ങുന്നവനാരാണോ, അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. അത് ആർക്കു വേണ്ടി വാങ്ങിയോ, അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ടൗണിലേക്ക് പോകുമ്പോൾ ഒന്ന് വാങ്ങിയേക്കൂ എന്ന് പറഞ്ഞ് പൈസ തന്നവരുണ്ട്. അത് ചുണ്ടിൽ വെക്കുന്ന ലഹരിയാണെങ്കിലും അത് മറ്റ് ഏത് ലഹരിയാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നില്ല, വാങ്ങിക്കൊടുത്തുവോ, നിന്നെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. 10 പേരെ പേരെടുത്ത് ശപിച്ചുകൊണ്ടാണ് ഈ ഹദീസ് പറയുന്നത്. ഈ ഗൗരവം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ നാട്ടിലെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്തുന്നത് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പരിശുദ്ധമായ ഇസ്ലാം ഇതിനെല്ലാം എതിരാണ്. ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഇന്ന് പുതിയ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ടെസ്റ്റുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത, ഒരു ടെസ്റ്റിലും പിടിക്കപ്പെടാത്ത തരത്തിലുള്ള മാരകമായ ലഹരി മരുന്നുകൾ വരെ ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനപ്പുറം മരണപ്പെടുമെന്നതിനപ്പുറം മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ കുട്ടികളാണ് പലതരത്തിലും പല ഹോസ്പിറ്റലുകളിലും ഉള്ളത്. മെന്റൽ ഹെൽത്ത് പ്രോബ്ലമായി മാനസിക തകരാറ് വന്നു. നമ്മുടെ മക്കളുടെ ഭാവി അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. മെന്റൽ ഹെൽത്ത് തകരാറിലായി നമ്മുടെ നാടുകളിലെ മെന്റൽ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടുന്നവരിൽ പ്രായമുള്ളവർ മാത്രമല്ല ഉള്ളത്. ചെറിയ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ട് അത് കിട്ടാതെ വന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗം അധികരിച്ചതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ എത്രയോ കണ്ണീർ ചിത്രങ്ങൾ നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാരുടെ ഭാവി ആലോചിച്ചുകൊണ്ടാണ്. ഇസ്ലാം എല്ലാ തിന്മകൾക്കും എതിരാണ്. ഇസ്ലാം ഈ പറയുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകൾക്കും എതിരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പലയിടങ്ങളിൽ നിന്ന് പലരും വിമർശിക്കുന്നത്. ഇസ്ലാം തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്ന മതമല്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ പലരും പറയും. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രത്തെ വിമർശിക്കുന്നവരുണ്ട്, അവരുടെ മൂടുപടത്തെ വിമർശിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു സദസ്സിൽ ഒരാണും പെണ്ണും വേർതിരിഞ്ഞിരിക്കുന്നത് കണ്ടാൽ വിമർശിക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് സുനിത വില്യംസ് കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയിൽ വന്നപ്പോൾ അതിനെ വരെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഉപയോഗപ്പെടുത്തിയവരുണ്ട്.
അവരോടൊക്കെയും നമുക്ക് ചോദിക്കാനുണ്ട്. ലോകം മുഴുവനും അമ്പരന്നു നിൽക്കുകയാണ്. 3 ലക്ഷത്തോളം പേജുകളുള്ള എപ്സ്റ്റീൻ ഫയൽ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, അയാളുടെ പണി എന്തായിരുന്നു? ലോകരാജ്യങ്ങളിലെ നേതാക്കളെ അയാളുടെ സ്വകാര്യ ഐലൻഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ചെറിയ പെൺകുട്ടികളെ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചു. 6 വയസ്സുള്ള 7 വയസ്സുള്ള അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന, മാഫിയകൾ കൊണ്ടുവന്ന, പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ ലോകരാജ്യങ്ങളിലെ പല നേതാക്കൾക്കും കാഴ്ചവെച്ചിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അയാൾ ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വെച്ചിട്ട് പല സ്ഥലത്തെയും നേതാക്കളെ അവർ അവരുടെ വലയിലാക്കുകയാണ്, വരുതിയിലാക്കുകയാണ്. ഈ ഫലസ്തീൻ വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചില്ലേ, ഈ നേതാക്കളൊക്കെ എന്തുകൊണ്ടാണ് അനുകൂലമായി പ്രതികരിക്കാത്തത്? പലരുടെയും നാവ് അവരുടെ കീഴിലായി പോയത് ഇത്തരം രഹസ്യമായ ബന്ധങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 6 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ കൊന്നും തിന്നും ഭോഗിച്ചും ഒരു ദ്വീപിൽ കഴിഞ്ഞുകൂടിയ ലോകത്തെ മനസാക്ഷിയില്ലാത്ത നേതാക്കളുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും പുറത്തു വരുമ്പോൾ മുസ്ലിം പെണ്ണിന്റെ പർദ്ദയിൽ തൂങ്ങുന്നവർ, മുസ്ലിം പെണ്ണിന്റെ മുഖപടത്തിൽ തൂങ്ങുന്നവർ, മുസ്ലിം പെണ്ണ് ഏതെങ്കിലും ഒരു അവകാശം പറയുമ്പോൾ അതിന്റെ മറവിൽ ഇസ്ലാമിന് കുതിര കയറുന്നവർ, ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ്, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ ചോദ്യം ചെയ്തത് നിങ്ങൾക്കാർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇവരുടെയൊക്കെ സ്ത്രീകളോടുള്ള സ്നേഹം ഇത്രയേറെ കപടമാണ്. ഏതെങ്കിലും ഒരു എത്തിയിസ്റ്റ് ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ഇസ്ലാമിനെ കുടയുന്ന ആളുകൾ, മുസ്ലിം പെണ്ണിന്റെ അനന്തര സ്വത്തിൽ കയറി പിടിച്ചവർ, ഈ കുഞ്ഞുമക്കളെ കൊന്നു തിന്ന മനുഷ്യർക്കെതിരെ കാമ എന്ന് മിണ്ടാൻ നട്ടല്ലുള്ള ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി, ഒരു ഫെമിനിസ്റ്റ്, യുക്തിവാദികളുടെ നേതാക്കൾ വരെ ഉണ്ടായിരുന്നത്രേ. ഈ 6, 7, 8 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ ഭോഗിക്കാനും തിന്നാനുമെന്ന് എപ്സ്റ്റീൻ ഫയലിലെ ചിത്രങ്ങൾ നമ്മളോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മിണ്ടാൻ കഴിയാത്തത്? അവരുടെ സ്നേഹം കപടമാണ്. അവർ സ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹം കപടമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ അവർക്ക് വേണ്ടത് സ്ത്രീകളുടെ എല്ലാ സുരക്ഷയും മറികടന്ന് ഇതുപോലെയുള്ള മേലാളന്മാർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന പാകത്തിൽ സ്ത്രീകളെ അവരുടെ കമ്പോളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ്. അതിനുവേണ്ടിയാണ് അവരെല്ലാം വാദിക്കുന്നത്, അല്ലാതെ സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇസ്ലാം നേരത്തെ എന്തു പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ നിവാരണങ്ങൾ തരുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് ഞാനുള്ളത്, നമ്മളുള്ളത്. നമ്മളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടവരാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്നില്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച നടക്കുന്നില്ലേ? ബ്രിട്ടന്റെ തെരുവോരങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടത്രേ. ഈ ദ്വീപിൽ പോയിട്ട് എപ്സ്റ്റീനുമായി കൂടിക്കലർന്ന് അവന്റെ സൗകര്യങ്ങൾ പങ്കുപറ്റിയതിൽ പല രാജ്യത്തെയും ഭരണാധികാരികളുണ്ട്. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അതിൽ നിന്ന് ഒഴിവായിട്ടുള്ളൂ. അങ്ങനെ ഒരു ലോക സാഹചര്യത്തിൽ അത്തരം നെറികേടുകളെ ചോദ്യം ചെയ്യാൻ പോലും ആർക്കും കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധ ഇസ്ലാം തിന്മകൾക്കെതിരെ പൊരുതാനാണ് നമ്മളോട് പറയുന്നത്. തിന്മകൾക്കെതിരെ പടപൊരുതുക. നമ്മുടെ മുൻഗാമികളുടെ ജീവിതം അങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തിന്മയെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രതിഷേധങ്ങളിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നാടിന് നന്മ നൽകുമാറാകട്ടെ. അതിന് വിഘാതമായി നിൽക്കുന്നവരെ അല്ലാഹു കൈകാര്യം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഒന്നിച്ചു പൊരുതിയാൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഇത്തരം തിന്മകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ ഒഴിവാക്കണമെന്നല്ല, ഞാൻ എൻ്റെ ആദ്യത്തെ പ്രഭാഷണം മുതൽ അത് പറയുന്നുണ്ട്. മറിച്ച് ഇത്തരം തിന്മകൾ ഉണ്ടാകുന്ന സാഹചര്യം, അതിൽ നിന്ന് നമുക്കൊക്കെയും നമ്മുടെ നാടിനും മോചനമുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്റർനെറ്റിലൊക്കെ വരുന്ന നമ്മുടെ നാടിനെ കുറിച്ച് വരുന്ന മോശപ്പെട്ട വർത്തമാനം ഇവിടെയുള്ള ചെറുപ്പക്കാർക്കറിയാം. പലരും എന്നോട് അത്തരം ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. എത്രയെത്ര കമന്റുകളാണ്. നമ്മളൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലാണ് മോശപ്പെട്ട കമന്റുകൾ പലപ്പോഴും വരാറുള്ളത്. നമ്മൾ ആരും ഇതിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റക്കെട്ടായി നമ്മൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. അതിനുവേണ്ടി ജയിലിൽ പോയ ആളുകളുണ്ട്, നിയമ നടപടികൾ നേരിടുന്ന
വരുന്ന ആളുകളുണ്ട്. ഇന്ന് പല ചെറുപ്പക്കാരും പള്ളിയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു തിന്മ ചെയ്തത് കൊണ്ടല്ല. കണ്ടന്തറയിൽ ജുമയ്ക്ക് വന്നുകൊണ്ടിരുന്ന പല ചെറുപ്പക്കാരെയും ഇന്ന് പള്ളിയിൽ കാണാത്തത് തിന്മ ചെയ്തതിന്റെ പേരിലല്ല, ലഹരി മാഫിയയ്ക്ക് എതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ്, ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്, നാടിന് കാവൽ നിന്നതിന്റെ പേരിലാണ്. ഒന്നോ രണ്ടോ ആളുകളെ തടവിലാക്കുന്നത് കൊണ്ട് ഈ ജനകീയ പോരാട്ടം അവസാനിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ജാതി മത ഭേദമന്യേ മനുഷ്യരൊന്നാകെ ഒന്നിച്ചു നിന്നാണ് ഈ പോരാട്ടം. ഇത് അവസാനിക്കുകയില്ലെന്ന താക്കീത് കൂടി ഈ മെഹ്റാബിൽ നിന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേതറ്റം വരെ പോകേണ്ടി വന്നാലും തിന്മയ്ക്കെതിരെ നമ്മൾ പോരാടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി പുറപ്പെട്ട ആളുകൾ, അവരെ നമ്മുടെ നാടിനു വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. അത്തരം ആളുകളെ നിയമക്കുരുക്കുകളിൽ പെടുത്തിയിട്ടുണ്ട്. പലരും ജയിലിലുണ്ട്, നിയമ നടപടികൾ നേരിടുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നിങ്ങളെല്ലാവരും ഇന്നത്തെ നമ്മുടെ പുറത്തെ കളക്ഷൻ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ നാട് നന്നാകാൻ വേണ്ടിയുള്ളതാണ്, നമ്മുടെ സമൂഹം, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പോരാട്ടമെന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും ഈ പോരാട്ടത്തിനോടൊപ്പം ഉണ്ടാകണം. നമ്മെക്കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെയും അതിന് സഹായിക്കണം. അവർക്ക് ജാമ്യമെടുക്കാനും മറ്റുമൊക്കെ വലിയ ഭാരിച്ച സംഖ്യകൾ ആവശ്യം വരുമ്പോൾ നമ്മളാണല്ലോ സഹായിക്കേണ്ടത്. നമ്മൾ അതിനു വേണ്ടി സഹായിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കാര്യമായി ഇടപെടണം. പരിശുദ്ധ റമളാനാണ് വരുന്നത്. അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നാടിന് നാം ഒന്നിച്ച് കാവലിരിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ നാടിന് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബറക്കത്തുകൾ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ടവർക്ക് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെയും സമാധാനം പ്രദാനം ചെയ്യട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.